നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കത്തിലാണ് ബ്രസീലിയൻ ദേശീയ ടീമുള്ളത്. US അവർ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കവേ സുപ്രധാനമായിട്ടുള്ളൊരു അതിഥി അവരെ കാണാൻ വേണ്ടി എത്തി. മറ്റാരുമല്ല, സാക്ഷാൽ നെയ്മർ ജൂനിയർ. ബ്രസീലിയൻ ദേശീയ ടീം ട്രെയിനിങ് നടത്തിയ അതേ ഫെസിലിറ്റിയിൽ തന്നെ നെയ്മർ ജൂനിയറും ട്രെയിനിങ് നടത്തി. അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. UCLA അദ്ദേഹവും ട്രെയിനിങ് നടത്തി. ബ്രസീലിൻ്റെ പല താരങ്ങളെയും അദ്ദേഹം സന്ദർശിക്കുകയും അവരോടൊപ്പം സൗഹൃദം പങ്കിടുകയും ചെയ്തു. അതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തേക്ക് വന്നു. നെയ്മർ തന്നെ ചില ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ നെയ്മറുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ്. ബ്രസീലിയൻ ദേശീയ ടീം കോപ്പ അമേരിക്ക കളിക്കുമ്പോൾ ആദ്യത്തെ 2 മത്സരങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം ഉണ്ടാവും എന്നായിരുന്നു ആ വാർത്ത. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നെയ്മർക്ക് കളിക്കാൻ കഴിയില്ലെങ്കിലും സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നത് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. ബ്രസീൽ അവരുടെ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ്. കോസ്റ്റാറിക്കയ്ക്കെതിരെയാണ് ആദ്യ മത്സരം വരുന്നത്. ആ കളി തിങ്കളാഴ്ചയാണ്, അതായത് നാളെയാണ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ ചൊവ്വാഴ്ച രാവിലെ 6:30 ആ മത്സരമുള്ളത്. എതിരാളികൾ കോസ്റ്റാറിക്കയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രസീൽ പരാഗ്വയ്ക്കെതിരെ ജൂൺ 29 രാവിലെ 6:30 കളിക്കുന്നു. അതിനുശേഷം ഗ്രൂപ്പിലെ അവസാന മത്സരം ജൂലൈ 3 രാവിലെ 6:30 ബ്രസീൽ കൊളംബിയയുമായിട്ടും കളിക്കും. ശക്തമായ ഗ്രൂപ്പിലാണ് ബ്രസീൽ ഉള്ളത്. എന്തായാലും വിനി ജൂനിയറും റോഡ്രിഗോയും ഒക്കെ അടങ്ങുന്ന സംഘം ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിക്കുമ്പോൾ നെയ്മറുടെ സാന്നിധ്യം കൂടി സ്റ്റേഡിയത്തിൽ ഉണ്ടാവുന്നത് ഇരട്ടി ആത്മവിശ്വാസമായിരിക്കും നൽകുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.